വെൽക്കം ബാക്ക്. തിരുത്തേണ്ടത് പാർട്ടിയോ എന്നാണ് ചോദ്യം. പി എസ് സുനിൽ, ആദ്യം എം വി ജയരാജൻ പറയുന്നു തെറ്റ് തിരുത്തിയാൽ പാർട്ടിയിലേക്ക് തിരികെ വരാം. വിമത MLA-മാർക്ക് ടി കെ ഗോവിന്ദനെ ഉദ്ദേശിച്ച് വി കുഞ്ഞികൃഷ്ണൻ, പ്രധാനമായിട്ടും ഇവർ രണ്ടുപേരെയുമാണ്, പിന്നീട് ജി സുധാകരനെയും ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. എന്നാൽ തൊട്ടു പിന്നാലെ ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നു അവർ വർഗവഞ്ചകരാണ് എന്ന നിലപാട് ആവർത്തിക്കുന്നു. പാർട്ടി PB തലം വരെ പരാജയത്തിൻ്റെ കാരണവും തെറ്റിതിരുത്തൽ രേഖയും പരിശോധിച്ചതിന് ശേഷമാണ് എം വി ഗോവിന്ദൻ മാഷ് എന്ന് വീണ്ടും ഇവരെ വർഗവഞ്ചകരെന്ന് വിളിക്കുന്നത്. വർഗവഞ്ചകരെന്ന് വിശേഷിപ്പിച്ച 3 പേരെയും ജനങ്ങൾ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ച് അവരവിടെ നിയമസഭയിലിരിക്കുന്ന MLA-മാരാണ്. വർഗവഞ്ചകരെന്ന് വിശേഷിപ്പിച്ചവരിൽ പലരും പരാജയപ്പെട്ട് വീട്ടിലിരിപ്പുമാണ്. ഇതാണ് അവസ്ഥ. പക്ഷേ അപ്പോഴും പാർട്ടിയല്ല തിരുത്തേണ്ടത് ഇവരാണ് എന്നാണ് പാർട്ടിയുടെ നിലപാട്. യഥാർത്ഥത്തിൽ തിരുത്തേണ്ടത് പാർട്ടിയോ? പാർട്ടി തെറ്റ് തിരുത്തണം എന്ന് പാർട്ടിയിലെ CPIM-ലെ ഏതാണ്ട് ഒട്ടുമിക്ക പ്രവർത്തകരും അതുപോലെ തന്നെ താഴെത്തട്ടിലുള്ള നേതാക്കളുമൊക്കെ തന്നെ പല ചർച്ചകളിൽ പറഞ്ഞതൊക്കെ നമ്മൾ ഒരുപാട് തവണ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അരുൺ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ CPIM പോളിറ്റ് ബ്യൂറോയിൽ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് വിലയിരുത്തിക്കൊണ്ട് സംസ്ഥാന ഘടകം അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ഏതെങ്കിലും നേതാക്കൾക്ക് ഉത്തരവാദിത്വം എന്ന് പറയാതെയാണ് ആ റിപ്പോർട്ട് സമർപ്പിച്ചത്, ആ റിപ്പോർട്ട് അവിടെ അവതരിപ്പിച്ചത്. ആ റിപ്പോർട്ട് പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചില്ല. ഉത്തരവാദിത്തം എന്നത് കൃത്യമായി രേഖപ്പെടുത്തണം എന്നാണ് പോളിറ്റ് ബ്യൂറോ പറഞ്ഞത്. ഇനിയിപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലും ഈ വിഷയത്തിൽ ചർച്ച വരാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിൽ പാർട്ടി CPIM-ന് പറ്റിയ തെറ്റെന്താണ് എന്നത് ഗൗരവമായി പരിശോധിക്കും എന്നാണല്ലോ CPIM നേരത്തെ വ്യക്തമാക്കിയത്. സ്വതന്ത്രമായി എല്ലാവർക്കും തുറന്ന് പറയാനുള്ളത് തുറന്ന് പറയാം എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം ആഹ്വാനം ചെയ്യുകയും ആ നിലയിലായിരുന്നു എല്ലാ തലങ്ങളിലും ചർച്ച നടന്നത്. അവിടെയൊക്കെ തന്നെ ഉയർന്ന വിമർശനങ്ങൾ എന്താണ് എന്നത് ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ തന്നെ ഗുരുതരമായ പിഴവ് പറ്റി എന്ന് എല്ലാവരും പറഞ്ഞതാണ്. അപ്പോൾ വീണ്ടും ഇപ്പോൾ ഉയർന്ന ചോദ്യം ആർക്കാണ് തെറ്റുപറ്റിയത് എന്നാണ്. അപ്പോൾ ഇന്ന് MV ജയരാജനാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. അപ്പോൾ MV ജയരാജൻ പറയുകയാണ് തെറ്റ് തിരുത്തിയാൽ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന ഈ MLA-മാർക്ക്, അതായത് P കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ, അതുപോലെ തന്നെ ജി സുധാകരൻ്റെ പേര് പറഞ്ഞിട്ടില്ല, 3 പേർക്കും വേണമെങ്കിൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാം എന്ന് MV ജയരാജൻ പറയുകയാണ്. തൊട്ടു പിന്നാലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വന്ന് പറയുന്നു അവർ വർഗവഞ്ചകരാണ് എന്ന് പറയുകയാണ്. എങ്ങനെ ദഹിക്കും ഈ വാക്കൊക്കെ നമ്മുടെ തലമുറയ്ക്ക് എന്നത് കാത്തിരുന്ന് കാണണം. വർഗവഞ്ചകരാണ് എന്ന് MV ഗോവിന്ദൻ പറയുകയാണ്. പിന്നീട് ആ മുൻപ് പറഞ്ഞ നിലപാട് MV ജയരാജൻ മയപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്യുന്നു. ഇന്ന് ശക്തമായ മറുപടിയാണ് TK ഗോവിന്ദൻ നൽകിയിരിക്കുന്നത്. ആരാണ് വർഗവഞ്ചകർ? ആരാണ് പാർട്ടിയിൽ അധികാരമോഹമുള്ളവർ? ആർക്കാണ് തെറ്റുപറ്റിയത്? പാർട്ടിക്കാണ് തെറ്റുപറ്റിയത് എന്ന് പാർട്ടി തന്നെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് തിരുത്തുന്നത്? ഇത് TK ഗോവിന്ദൻ ചോദ്യം ചെയ്യുകയാണ്, P കുഞ്ഞികൃഷ്ണൻ ചോദ്യം ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ വീണ്ടും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാകുകയാണ് കേരളത്തിൽ CPIM എന്നതാണ് എൻ്റെ നിലപാട്. CPIM ഈ വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലേക്ക് വീണ്ടും നീങ്ങുന്നു. തെറ്റ് തിരുത്തുക എന്ന് പറയുന്നത് CPIM-നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. തെറ്റുപറ്റിയാൽ അത് കൃത്യമായി വിശകലനമുണ്ട്. തിരുത്തുക എന്ന് പറയുന്നത് CPIM-ന്റെ അടിസ്ഥാന തത്വമാണ്. അങ്ങനെ തെറ്റുതിരുത്തി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ പാർട്ടിയെ ശക്തിപ്പെടുത്താനാകൂ എന്ന് ഒരുപാട് തവണ EMS അടക്കമുള്ളവർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് 2015 കേരളത്തിലെയും പശ്ചിമ ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തിക്കൊണ്ട് CPIM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി മാർക്സിസ്റ്റിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. കോമ്പാറ്റിംഗ് സബ്ജക്റ്റിവിസം എന്ന് പറയുന്ന ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് സീതാറാം യെച്ചൂരി പറയുന്നുണ്ട്, The cause of the communists is cause of the people. No matter how correct our program and policies may be, they cannot be put into effect without direct support and sustained struggle of the people. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ലക്ഷ്യമാണ്. അപ്പോൾ പരിപാടിയും നയങ്ങളും പാർട്ടി ലൈനും പാർട്ടിയുടെ നയങ്ങളുമൊക്കെ തന്നെ എത്രത്തോളം ശരിയാണെങ്കിലും അതിന് ജനങ്ങളുടെ പിന്തുണയില്ല എങ്കിൽ പിന്നീട് ആ നയങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല എന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി പറയുകയാണ്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്, ദ ടെൻഡൻസി ലീഡ്സ് ടു എ ഡേഞ്ചറസ് ഫിനോമിനൻ ഓഫ് റിപ്പോർട്ടിംഗ് ഫ്രം ലോവർ ലെവൽ ബീയിങ് ഗൈഡഡ് ബൈ വാട്ട് ദ ലീഡർഷിപ്പ് വാണ്ട് ടു ഹിയർ rather than giving a proper object description and assessment of the situation. യഥാർത്ഥ വസ്തുത എന്താണോ എന്നത് പറയാതെ
നേതൃത്വത്തിന് താല്പര്യമുള്ളത് മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം, അതാണ് നേതൃത്വം ആഗ്രഹിക്കുന്നത്. അതായത് നേതൃത്വത്തിന് എന്താണോ താല്പര്യമുള്ളത് ആ രീതിയിൽ താഴെത്തട്ടിൽ നിന്ന് റിപ്പോർട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രവണത പാർട്ടിയിൽ ഉണ്ടാകുന്നുവെന്ന് 2011 കേരളത്തിലെയും പശ്ചിമ ബംഗാളിലെയും തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തിക്കൊണ്ട് സീതാറാം യെച്ചൂരി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ലീഡർഷിപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? ഒരു ലീഡർഷിപ്പ് CPIM-ൻ്റെ ആയാലും ഇടതുപക്ഷത്തിൻ്റെ ആയാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആയാലും ഒരു ലീഡർഷിപ്പ് എങ്ങനെ പ്രവർത്തിക്കണം എന്നത് അന്തരിച്ച CPIM-ൻ്റെ മുൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ ഈ ലേഖനത്തിൽ 2015 കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ EMS അടക്കമുള്ള നേതാക്കൾ ഇക്കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായി വിശകലനം നടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് വലിയൊരു പരാജയത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന CPIM കേരളത്തിൽ ഇപ്പോഴും അത് തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്നത് എന്നാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നോക്കൂ, തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് ചില വ്യക്തി താല്പര്യങ്ങളാണ് എന്നത് CPM-നകത്ത് കൃത്യമായ ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് വ്യക്തി താല്പര്യം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പയ്യന്നൂരിൽ P. കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയാകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് പാർട്ടിയുടെ കടുംപിടുത്തമായിരുന്നു. അവിടെ TI മധുസൂദനൻ തന്നെ സ്ഥാനാർത്ഥിയാകണം എന്നത് പാർട്ടിയുടെ കടുംപിടുത്തമായിരുന്നു. അവിടെ TA മധുസൂദനൻ സ്ഥാനാർത്ഥി ആയിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ അവിടെ P. കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയാവില്ലായിരുന്നു. അത് P. കുഞ്ഞികൃഷ്ണൻ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ നിലപാടിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്. KK ശൈലജയുടെ കാര്യത്തിൽ എന്തിനാണ് അവരെ അവിടെ നിന്ന് പേരാവൂരിലേക്ക് മാറ്റിയത്? മട്ടന്നൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റിയത് എന്ത് ന്യായീകരണമാണ് ഈ വിഷയത്തിൽ പറയുന്നത്? G. സുധാകരൻ്റെ കാര്യം വിടാം. G. സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്, അദ്ദേഹത്തിന് മത്സരിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ തളിപ്പറമ്പിലും പയ്യന്നൂരിലും CPIM എടുത്തിട്ടുള്ള തീരുമാനം. അതുപോലെ തന്നെ പേരാവൂരിൻ്റെ കാര്യത്തിൽ KK ശൈലജയുടെ കാര്യത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു തെരഞ്ഞെടുപ്പ് വിലയിരുത്തുമ്പോൾ, ഒരു പരാജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒന്ന് സംഘടനാപരമായ വീഴ്ച, രണ്ടാമത്തേത് ആശയപരമായ കാര്യങ്ങൾ. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളിൽ എന്ത് മാറ്റമാണ് CPIM നേതൃത്വം കേരളത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ എടുക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ്. അപ്പോൾ സംഘടനാപരമായ കാര്യത്തിലാണെങ്കിൽ നോക്കൂ, സംഘടനാപരമായ കാര്യത്തിൽ വലിയ വിമർശനമാണ് താഴെത്തട്ടിൽ നിന്നൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അത് റിപ്പോർട്ടിൽ അതേപോലെ തന്നെ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നിട്ടുണ്ട്. നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നപ്പോഴും നേതൃമാറ്റം എന്നത് സംബന്ധിച്ചുള്ള യാതൊരു ചർച്ചയുമില്ല. അങ്ങനെ നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നു എന്ന ഒരു ഫാക്ട് അതേ രീതിയിൽ പോളിറ്റ് ബ്യൂറോയിലേക്ക് പോയില്ല എന്നുള്ളതാണ്. അതിന് കേന്ദ്ര കമ്മിറ്റിയിൽ ശക്തമായ വിമർശനം ആ വിഷയത്തിൽ നേരിടാൻ പോവുകയാണ്. രണ്ടാമത്തെ വിഷയമാണ് നയപരമായ വിഷയം. അപ്പോൾ നയപരമായ കാര്യത്തിൽ പാർട്ടിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ കൃത്യമായി വിലയിരുത്തിയിട്ടുണ്ടോ? എങ്ങനെയാണത് വിലയിരുത്തിയിരിക്കുന്നത്? എങ്ങനെയാണ് ആ തെറ്റ് തിരുത്താൻ പോകുന്നത്? എന്തെങ്കിലും വ്യക്തതയുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ റിവ്യൂ ചെയ്തിരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത്, പരിശോധിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ജനങ്ങൾക്ക് വ്യക്തതയില്ല. CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ ഈ ലേഖനത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ജനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ജനങ്ങളാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ തന്നെ വായിച്ച വരിയുണ്ട്. അതായത് നിങ്ങളുടെ ആശയങ്ങളും നയങ്ങളും എത്രത്തോളം പ്രസക്തമാണെങ്കിലും ജനങ്ങളാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ CPIM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ 10% വോട്ടാണ് കുറഞ്ഞത്. 10% വോട്ടാണ് കുറഞ്ഞത്. ആ വോട്ട് എവിടേക്കാണ് പോയത്? BJP-യിലേക്കാണ് പോയത്. BJP-യിലേക്കല്ല പോയത്, അത് UDF-ലേക്കാണ് പോയത്. അപ്പോൾ BJP വിരുദ്ധ രാഷ്ട്രീയം ഇപ്പോഴും കേരളത്തിൽ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ ചോർന്നുപോയ 10% വോട്ട് BJP-യിലേക്ക് പോകാതെ നേരെ UDF-ലേക്ക് പോയത്. അപ്പോൾ അവിടെ ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ട്. BJP വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതിൽ, ശക്തമായി ആ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നതിൽ ഇടതുപക്ഷത്തിന് പരാജയം സംഭവിച്ചിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ ആർക്കാണ് ഇവിടെ തെറ്റുപറ്റിയത്? ആ തെറ്റെങ്ങനെയാണ് തിരുത്തുക? അതാണിന്ന് TK ഗോവിന്ദനും P. കുഞ്ഞികൃഷ്ണനുമൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ പാർട്ടിയാണ് ഇവിടെ തെറ്റ് തിരുത്തേണ്ടത്, പാർട്ടിക്കാണ് പിഴവ് പറ്റിയിട്ടുള്ളത്. ആ തെറ്റ് എങ്ങനെയാണ് പാർട്ടി തിരുത്താൻ പോകുന്നത് എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. എന്തുകൊണ്ട് ഇനിയും കേരളത്തിലെ ജനങ്ങൾ CPIM-ന്, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം?
എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിലയിരുത്തൽ CPI-ഉം കേന്ദ്ര നേതൃത്വവും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ നൽകേണ്ടതാണ്. അതല്ല എങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ വരും ദിവസങ്ങളിലും നേരിടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ സംഘടനാപരമായിട്ടും നയപരമായിട്ടും പാർട്ടിയുടെ പൊളിറ്റിക്കൽ ടാക്ടിക്കൽ ലൈൻ അതെന്താണ് എന്നത് കൃത്യമായി നിർവചിക്കണം. അതെന്താണ് എന്നത് കൃത്യമായി ജനങ്ങളോട് പറയണം. എന്താണ് പിഴവ് പറ്റിയത് എന്നത് കൃത്യമായി വിലയിരുത്തണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പിഴവുകൾ തിരുത്തി മുന്നോട്ട് പോവുക തന്നെ വേണം. അതുകൊണ്ട് തെറ്റ് തിരുത്തേണ്ടത് ഇവിടെ പാർട്ടി തന്നെയാണ്. ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് TK ഗോവിന്ദനും അതുപോലെ തന്നെ P കുഞ്ഞികൃഷ്ണനും ചെയ്തത്. കാരണം ആ രണ്ട് സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് CPM-ന് നേരെ വിരൽ ചൂണ്ടിയ പിഴവുകൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ തന്നെയാണ്. അവിടെ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ വലിയ പിഴവുണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വ്യക്തി താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ സ്വജനപക്ഷപാതം ഉണ്ടായിട്ടുണ്ട്, പാർട്ടിയുടെ ലൈനിൽ നിന്നുള്ള മാറ്റമുണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ മാറ്റം വരണം. ആ തെറ്റുകൾ തിരുത്തി പാർട്ടി മുന്നോട്ട് പോകണം എന്നതാണ് എൻ്റെ നിലപാട്. ഓക്കെ. Meet the editors.